ചെയ്യാറുണ്ടാവുമായിരിക്കും. എല്ലാവരും ചെയ്യുക. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അച്ഛനമ്മമാർക്ക് ഞാൻ ഇപ്പം വന്നത് ഇവിടെ പള്ളിക്കുന്ന് ഒരു മുള കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അതൊന്ന് ചിത്രീകരിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അത് എന്നാന്നല്ലേ എല്ലാ സംഭവം ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കാഴ്ചകൾ കാണിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എന്നാൽ നമുക്ക് കണ്ടിട്ട് വേഗം വരാം. ഇത് അക്കയാളെ കാണണ്ടേ? നമുക്ക് കാണാം. ഓരോ ചിത്രങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് അക്കയാളെ കാണാം കേട്ടോ. ഇത് മുത്തപ്പനാണ്. വടക്കേ മലബാറിൽ ആരാധിച്ചു പോരുന്ന മുത്തപ്പൻ ദൈവം. അത് മുത്തപ്പൻ ദൈവത്തിൽ വെള്ളാട്ടം എന്ന് പറയും. അതാണ് കേട്ടോ. തിരുവപ്പനല്ല, തിരുവപ്പനോളാക്കും കുറച്ച് കഴിഞ്ഞാൽ. നമസ്തേ. നമസ്തേ. എന്താ പേര്? എവിടെ സ്ഥലം? പള്ളിക്കുന്ന്. ഞാനാരെന്ന് മനസ്സിലായോ? അപ്പോൾ ഞാൻ നിങ്ങളെ ഇതിന് മുമ്പിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാ വെച്ചാൽ കണ്ടിട്ടുള്ളത്? എങ്ങനെയാ കണ്ടത്? കണ്ടുപിട്ടിയത് അല്ലേ? അപ്പോൾ നല്ല ചിത്രമായിരുന്നു, നല്ല വണ്ണം വരച്ച്. എനിക്കും ഇഷ്ടമായി. മുത്തപ്പനെ ഇഷ്ടമായിട്ടില്ലേ? എന്നിട്ട് നീ അവിടെ മുത്തപ്പനെ സമർപ്പിച്ചു. അപ്പോൾ മുത്തപ്പൻ എന്നിട്ട് എന്ത് പറഞ്ഞു? സന്തോഷമായി അല്ലേ? അപ്പോൾ നമുക്കും ഇഷ്ടമായി. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പുറമേ നല്ല അറിഞ്ഞു. നല്ലോണം ചിത്രമൊക്കെ വരക്കും. ഇതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ കുപ്പീൻ്റെ മുകളിലൊക്കെ ഓരോന്നും ചെയ്യുന്നെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരുണ്ട്, വയനാട്ടിലല്ല ഉള്ളത്, കണ്ണൂരാണെന്നുള്ളത്. വയനാട്ടിലിപ്പം ഉരുൾപൊട്ടെല്ലാം നടന്നുകൊണ്ട് അപ്പം ഇനി അങ്ങോട്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നെപ്പറ്റി അറിയണമെന്നുണ്ട്. പിന്നെ ഏത് സ്കൂളാണ് പഠിച്ച മോള്? അതെവിടെ വരിക? ചെറുക്കൽ അല്ലേ? എത്ര ക്ലാസ് മുതൽ എത്ര ക്ലാസ് വരെ ഉണ്ട്? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ പിന്നെ ടീച്ചർമാരാരാ? എല്ലാരും ഇഷ്ടമാണ്. നീ അടിപൊളിയായിട്ട് അങ്ങനെ പറയുന്നോ? അല്ല. അപ്പം ഏറ്റവും പിന്നെ ഇഷ്ടമുള്ള മാഷുമാരാരാ? മാഷ്മാര് ഇപ്പൊ അവിടെ ഉള്ളത് PT സാറും ഡ്രോയിങ് സാറാണ്. പിന്നെ നമ്മളെ പ്രിൻസിപ്പാൾ സാറ് ബാലകൃഷ്ണൻ സാറ്. ഇപ്പം സാറില്ല, മരണപ്പെട്ടുപോയി. അപ്പോ വള്ളൂർക്കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിലെ മുഖത്താട്ടിലെ അനുജൻ അല്ലേ? അപ്പം നല്ല നല്ല ആളായിരുന്നില്ലേ അദ്ദേഹം? അല്ലേ? നല്ല സ്നേഹമായിരുന്നു. എല്ലാം കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പറഞ്ഞത് അല്ലേ? അദ്ദേഹത്തിന്റെ പേരെന്താ പറഞ്ഞേ? ബാലകൃഷ്ണൻ സാർ. അപ്പം പിന്നെ ഇപ്പൊ എവിടെയാ പഠിക്കുന്നത്? അവിടെ തന്നെയാണോ? അപ്പം ഇപ്പം +2 +1 സയൻസ് എടുത്തിട്ടുള്ള. അപ്പോ പിന്നെ ജന്തു ജീവികളെ പറ്റി പഠിക്കാനാ അല്ലേ? അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പം എന്തൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് കേട്ടിട്ട് ആദ്യം. അനിയത്തി അല്ലേ? അനിയത്തി എന്ത് ചെയ്യുന്നു? അച്ഛനോ? അച്ഛൻ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മയോ? അമ്മ ഹോം ബേക്കർ. അമ്മ നല്ല കേക്കെല്ലാം ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ കേക്കിന്റെ പേര് എന്തൊക്കെയാ? ഉണ്ടാക്കലുണ്ട് അല്ലേ? ഓർഡർ ഉണ്ടെങ്കിൽ കൊടുക്കോ? സാധനം ഇറക്കി കൊടുക്കും. എത്ര ഓർഡർ വന്നാലും കൊടുക്കോ? കൊടുക്കലുണ്ട് അല്ലേ? ഇത് കേൾക്കുന്ന കൂട്ട് ഏകദേശം നമുക്ക് കുറച്ച് ഞാൻ അയച്ചോട് വർത്തമാനം പറയാം. എന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടാ. അപ്പം പിന്നെ അച്ഛമ്മ എവിടെയാ സ്ഥലം? താഴത്തെ. അച്ഛമ്മന്റെ പേരെന്താ? രമണി. പിന്നെ അച്ചാച്ചനുണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ജനാർദ്ദനൻ. അദ്ദേഹം എന്താ ജോലി? പട്ടാളത്തിലായിരുന്നോ? പിന്നെ നെയ്ത്ത് കമ്പനിയിലായിരുന്നു. പിന്നെ വേറെ അവിടെ ഏന്റി ഇല്ലേ? മുത്തനും മുത്തച്ഛനും അല്ലേ? അത് നമ്മളെ ഇവിടെ പറഞ്ഞ പിന്നെ വല്യമ്മയും വല്യമ്മന്റെ അച്ഛനുമായിട്ടാണ് അത് പറയാ അല്ലേ? അച്ഛന്റെ പിന്നെ ഏട്ടന്മാരോ? എവിടെയാ? എന്താ പേര്? സന്തോഷ്. പിന്നെ അതുപോലെ വേറെ ആരാളെ? അച്ഛന് 3 പേരാണ് അല്ലേ? അമ്മേന്റെയോ?
അമ്മക്ക് ഒരു അനിയനുള്ളത്. എന്താ പേര്? ശ്രീരൂപ്. ശ്രീരൂപ്. പിന്നെ എന്ത് ചെയ്യുന്നു മാമൻ? ഇപ്പം സൂപ്പർവൈസർ വർക്ക് ചെയ്യുന്നു. മാമൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ല. അങ്ങനെ പറ. പിന്നെ അവിടെ അമ്മമ്മയുണ്ടോ? അച്ചാച്ചനുണ്ട്. അങ്ങനെ നിന്നോട് നല്ല സ്നേഹമാണോ? എങ്ങനെയാന്ന് ചിത്രം? നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ചിത്രം വരയ്ക്കുന്ന ആളുണ്ടോ? മാമൻ ചെറുങ്ങനെ വരക്കും. ആര്? സന്തോഷ് മാമൻ? അനിയൻ. അമ്മ 3 മക്കളാ? 2 ആണ് അല്ലേ? അപ്പോൾ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതിലൊരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വെച്ചാൽ ഗുരുജി വന്നിട്ടുള്ളത് നോക്കാണേ. അപ്പോൾ നമുക്കത് കണ്ടാലോ? ആദ്യം പിന്നെ അവൾ വരച്ച ചിത്രങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അവൾ എന്താ ചിത്രം വരച്ചെന്ന് കണ്ടേ, പിന്നെ എന്തൊക്കെ ഉണ്ടാക്കി തരണ്ടേ, അതെങ്ങനെയാണ്, എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പിന്നെ എന്തിലാണോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്, പിന്നെ എത്ര ദിവസം അത് പിടിച്ചു, പിന്നെ എവിടെ നിന്നൊക്കെ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയത്, പിന്നെ പുറത്ത് കൊടുക്കാറുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ അമ്മയും വലിയ കലാകാരിയാണ് കേട്ടോ. അവളെ അമ്മ നല്ല കലാകാരിയാണ്. കാരണം അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ മുകളിൽ കാണിക്കുന്ന അഭ്യാസം കണ്ടിട്ട് ഞെട്ടിപ്പോവും. അത് നമുക്ക് കാണേണ്ടതാണ്. അത് നമുക്ക് നോക്കാം. കേക്ക് ഉണ്ടാവും ഇവിടെ ചിലപ്പോൾ, നോക്കാം നമുക്ക്. കേട്ടണോ? നമുക്ക് ഞാൻ കാണിച്ചു തരാം. എന്നാൽ ശരി. നല്ല കലാകാരിയാണ്, തമാശ പറഞ്ഞൊന്നുമല്ല. ആ കേക്ക് ഞാൻ ഇപ്പോൾ ഒരു കഷ്ണം കഴിച്ചു. നല്ല അടിപൊളി കേക്കാണ്, പറയാനല്ല, ഒന്നും പറയാനില്ല. ബേക്കറിയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അത് കേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ തരുമെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. നല്ല നമസ്കാരം. അടിപൊളിയാണല്ലോ. ഇതാരാന്ന്? മുത്തപ്പനാ? മുത്തപ്പൻ വെള്ളാട്ടം എന്ന് പറയും അല്ലേ? നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് അത്. അത് ഒരു മിനിറ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം, മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. നല്ല അടിപൊളി മുത്തപ്പൻ കേട്ടോ. ഇവള് വരച്ചതാണ് കേട്ടോ. ഇവള് പിന്നെ ഇങ്ങനെയുള്ള കലാകാരികളെ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. ഇതെല്ലാം എന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്ത് ഉറങ്ങിക്കൂടി നിൽക്കുന്ന ആൾക്കാരാണ്, പുറത്തേക്ക് വരില്ല. ഇവളങ്ങനെ അല്ല. ഇവള് ഒരു വക പുറമേ ഇവിടെ അച്ഛനും അമ്മേൻ്റെ നല്ല സപ്പോർട്ടാണ് അല്ലേ? അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടല്ലേ? നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് ഇവള് പിന്നെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവളും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളിൽ നിന്ന് വരക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവൾ എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഇവൾ പറഞ്ഞു തരും. മുത്തപ്പൻ എന്തൊക്കെയാണ് നമ്മളെ ഉപയോഗിച്ചിട്ടുള്ളത്? മുത്തപ്പന് ഇത് ആദ്യമേ തന്നെ ഇത് ബോട്ടിലായിട്ടാണ്. ഇത് ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം തെർമോക്കോളാണ്. പിന്നെ ഇതെല്ലാം ബീഡ്സ്, സീക്വൻസ് അതെല്ലാം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വൂലൻ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് മേലെ ഒട്ടിച്ചു കൊടുത്താണ്. അങ്ങനെയെല്ലാം മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? അപ്പോ പിന്നെ ഇത് നീ ആർക്കും കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. കൊടിക്കളത്തില് മുത്തപ്പ ക്ഷേത്രത്തിൽ നീ ഒരു ഫ്രെയിം വരച്ചു കൊടുത്തായിരുന്നു. അത് അതുപോലെ വേറെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പുരളിമല മുത്തപ്പൻ്റെ സ്ഥലം അല്ലേ? അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം. പിന്നെ അതുമല്ല, രണ്ടാമത് ബാക്കിയുള്ള ചിത്രങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ? ഇത് പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്ന കുപ്പിയാണ്. കുപ്പിയിലെ മുളാണ് ഈ പണി അത്രയും എടുത്തു വെച്ചിട്ടുള്ളത്. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. പിന്നെ മുകളിൽ ചന്ദ്രക്കല എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? കാർഡ്ബോർഡ്. നാഗത്തിൻ്റെത് പിന്നെ അത് തെർമോക്കോൾ അല്ലേ? ഇത് നന്നായി നല്ല. മുത്തപ്പൻ ഇത് കാണിച്ചു കൊടുത്തു പോവാം. മുത്തപ്പൻ ഇത് കണ്ടിട്ട് സംഭവം ഇഷ്ടമായി പോകും കേട്ടാ. എന്നാ ശരി. നമുക്ക് രണ്ടാമത് ശിവൻ അല്ലേ? ശിവൻ്റെത് നന്നായിട്ടുണ്ട്. പിന്നെ പെയിന്റിങ് ചെയ്തല്ലേ അത്? ബോട്ടിൽ ചെയ്തു. പിന്നെ എന്തൊക്കെ മെറ്റീരിയൽസാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? ഇതില് ക്ലേ ഉപയോഗിച്ചിട്ടാണ് ഈ സർപ്പത്തിനും ചന്ദ്രനും പിന്നെ ഈ ഇലയെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ശൂലവും ക്ലേ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലേ? പിന്നെ അതാണ് നെക്സ്റ്റ് അടുത്തെടുക്കാം. നമുക്ക് അടുത്തെടുക്കും. ഇതെന്തിലാ ചെയ്തിട്ടുള്ളത്? ഇതും ബോട്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ വിഷുവിന്റെ അന്ന് ചെയ്തതാണ്. വിഷു കണിക്ക് വേണ്ടി. കൃഷ്ണൻ അല്ലേ? കൃഷ്ണൻ നന്നായിട്ടുണ്ട്. കൃഷ്ണനെ വരച്ച് ഇത് കുപ്പിയിൽ ചെയ്തിട്ട്. പിന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? ഇതെല്ലാം കൈകൊണ്ട് തന്നെ പെയിന്റ് ചെയ്തത്. പിന്നെ ഇതെല്ലാം ക്ലേയിൽ ചെയ്തതാണ്. ക്ലേ ചെയ്ത്. പിന്നെ
മുകളിലത്തെ ഇതോ പൂക്കളോ? ഇതും ക്ലേ തന്നെയാണ്. ക്ലേ തന്നെയാണ് അല്ലേ? സാധാരണ വാട്ടർ പെയിന്റ് ഇത് കളർ ഇത് വെള്ളത്തിൽ തന്നെ പോയി പോകും? ഇല്ല ഇല്ല, ഇത് വാർണിഷിൽ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചാണ് അല്ലേ? നമുക്ക് അടുത്ത് നോക്കാലോ. ഇതെന്താ സംഭവം? ഇത് ബോട്ടിൽ ആർട്ടിന്റെ. പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കടുകും പരിപ്പും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കടുകോ? കടുക്. കടുകും പരിപ്പും അല്ലേ? അതിപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നോക്കിക്കഴിഞ്ഞാലേ കാണാൻ പറ്റും. കടുകും പരിപ്പും. പിന്നെ വേറെന്താ അതില്? അത് കാർബോർഡിന്റെ മുകളിൽ ഒട്ടിച്ചിട്ടൊരു ഡിസൈൻ മാതിരി ചെയ്തിട്ടുള്ള നടുവിൽ മിറർ വെച്ചിട്ടല്ലേ? നന്നായിട്ടുണ്ട്. പിന്നെ പെയിന്റിങ് തന്നെയാണോ മറ്റു ബാക്കി? ബാക്കിയെല്ലാം ആന്റീക്ക് മാതിരി പെയിന്റ് ചെയ്ത് കൊടുത്തല്ലേ? ഇത് വേറെ ഒന്നല്ലേ? ഇത് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത് നമ്മളെ പിസ്താഷ്യല്ലേ അതും പിന്നെ ഒനിയന്റെ പീലും അത് വെച്ചിട്ട് ചെയ്താണ്. ഇതാണല്ലേ? എന്റെ കയ്യിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, നീ ഇതെല്ലാം എടുത്ത് ആയിക്കോളല്ലോ അല്ലേ? പിസ്തയെല്ലാം കിട്ടലുണ്ടായോ എല്ലാവർക്കും? ഇല്ല, കിട്ടിയ സമയത്ത് അന്നേരം ഉണ്ടാക്കിയതാ. പക്ഷെ ഇത് ഞാൻ ചോദിക്കാം, ഇത് ഉറുമ്പ് ഇത് ആക്കൂലേ? ഇല്ല, ഇതൊന്നും ആവില്ല. എന്നാ അടുത്തടുക്ക് അതിൽ വേറെ എന്താ ചെയ്തിട്ടുള്ളത്? വേറെ ഇത് തണ്ടായിട്ട് നമ്മള് പേപ്പറിനെ കൊണ്ട് ആക്കിയതാണല്ലേ? വെച്ചാല് പിന്നെ ഇതെന്നാ ക്രിസ്മസ് അപ്പൂപ്പനാ? ഇത് ക്രിസ്മസിന്റെ സാന്താക്ലോസ്. ചിത്രം വരച്ചതാ? അല്ല, ഇത് ഒരു കട്ടൗട്ട് ഇട്ടുതരാം, അതിലൊട്ടിച്ചിട്ട് ഇതെല്ലാം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്നോ പോലെ ആക്കിയിട്ട് അടിയിലെല്ലാം സ്നോ പോലെ തോന്നിക്കാൻ തെർമോകോൾ ബോൾസിന് അവിടെ ഒട്ടിച്ചല്ലേ? അത് നന്നായിട്ട്. ഇത് ഒരു ഫോട്ടോ ബോട്ടിലായിട്ടാണ്. ഇതിൽ ഞാൻ ആക്ച്വലി അത് ചെയ്തിട്ടുള്ളത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. അടിപൊളി. ഇതെല്ലാം ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കി ഫ്ലവേഴ്സ് അല്ലേ? നന്നായിട്ടുണ്ട്. അവളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ് അവള് ചെയ്തത്. ഇത് എത്ര വയസ്സിൽ ചെയ്തിട്ടുള്ള മോളെ? ഇത് ഞാൻ കുറെ മുന്നേ ചെയ്തത്, 9th പഠിക്കുമ്പോൾ ചെയ്തതാണല്ലേ? ബാക്കിയൊക്കെ കണ്ടതൊക്കെ അതുമെല്ലാം അങ്ങനെ തന്നെ. മുത്തപ്പനി എല്ലാം 9th ഞാൻ ചെയ്തത്. എത്ര വയസ്സിൽ ശരിക്കും ഈ ഒരു കലാവാസന ഉണ്ടായിരുന്നു? ഞാൻ ചെറുങ്ങനെ വരയ്ക്കുന്നുണ്ട്. കുറച്ച് വലുതായപ്പോഴാണ് ഇങ്ങനെ ബോട്ടിലായിട്ട് ലോക്ക്ഡൌണിന് എല്ലാം ആയപ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അല്ലേ? ഇതെന്നാ സംഭവം? ഇതും ഫോട്ടോനെ കൊണ്ട് തന്നെ ചെയ്തത്. അനിയത്തിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. ഇതെല്ലാം ക്ലേ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷികളും കൂടും പിന്നെ ഇതെല്ലാം ഡിസൈൻ ആയിട്ട് കൊടുത്ത് ഫ്ലവേഴ്സ് എല്ലാം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ചെയ്തതാണ്. നന്നായിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ഐഡിയകളുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ ബാക്കിൽ കാണുന്ന ചുമരിന്റെ ചിത്രങ്ങൾ അത് നിങ്ങൾ ആക്കിയതാണോ? അതും വരച്ചാണ്. വെരി ഗുഡ്. അത് നോക്കട്ടെ. നമുക്ക് പെയിന്റ് ഒക്കെ ഇവള് ചെയ്തതാ കേട്ടോ. ഇത് ഇവള് ചുമർ പെയിന്റ് ഒക്കെ ഇവളാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഡിസൈനായിട്ടും വരച്ചിട്ടുണ്ട്. പിന്നെ ഇവള് വരച്ചത് വേറെ ഉണ്ട്, കൊനയിലൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഏതാ ഉള്ളത് അതിന് വരച്ചത്? വേറെ ഇങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്. അതെയാ? ഇപ്പം ബാക്കി കൂടി നല്ല അടിപൊളിയുള്ള ഏതാ വെച്ചെടുക്ക്.